എനിക്കെന്ത് വിഷമം? നീ വേറൊരു കാര്യം മനസ്സിലാക്കണം. അവൻ നിന്നെ തല്ലിയിട്ടാ പോയത്, തല്ലിയിട്ട്. നിന്നെ ഇന്നേ വരെ നിന്റെ വീട്ടുകാരെങ്കിലും ഒന്ന് ഉള്ളി നോവിച്ചിട്ടുണ്ടോ? ഇല്ല. ആ അടിച്ചിട്ട് അവനെന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ? അവൻ ഇപ്പൊ ഏതെങ്കിലും പെമ്പിളോരോട് കത്തിയടിച്ച് ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. നീ ഇവിടെ ഇങ്ങനെ മൂളി അയ്യോ അമ്മയെന്ന് പറ താടിക്ക് കൈയും കൊടുത്തിരുന്നോ? സുഹൃത്തേ, ഈ എന്ത് ചെറ്റത്ര ആളെ ചങ്ങായി കാണിച്ചത്? ഒരു പെണ്ണിന്റെ മുഖത്തൊക്കെ അടിക്കാന്ന് പറഞ്ഞാല് ഇത് മോശത്. എന്ത് മോശം? ഒരു മോശമില്ല. അല്ലെങ്കിലും ഓക്കൊന്ന് കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നു. ഓളെ വായിലാവ് അങ്ങനത്തെ അല്ലേ ഈ കൊടുത്തു തന്നാടാ. എന്നോട് ഇവിടെ വന്ന് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഡൈവേഴ്സ്. ആഹാ, എന്നെ തല്ലി പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഞാനെന്തിനിപ്പോ അങ്ങോട്ട് വിളിക്കുന്നു? ഞാൻ വിളിക്കൂല. ഈ വീണയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. വീണയെ ഇങ്ങോട്ടാണ് തല്ലിയത്. ഞാൻ വിളിക്കൂല. ഇങ്ങോട്ട് വിളിക്കട്ടെ, എന്നിട്ട് എന്റെ കാലിൽ വീണ് മാപ്പ് പറയട്ടെ, എന്നിട്ട് ആലോചിക്കാം ഇനി മുന്നോട്ട് പോണോന്ന്. ഞാൻ എന്തായാലും അച്ഛനെ വിളിക്കാൻ തീരുമാനിച്ചു. ഇതിനൊരു തീരുമാനമാക്കണമല്ലോ. ഒന്ന് തല്ലല. കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന ഇങ്ങനെ തല്ലിക്കൊല്ലാനാണോ? നിന്റെ ഭാഗത്ത ന്യായം ഒന്നും നോക്കണ്ട. അവൻ നിനക്ക് അവൻ ചേർന്നതല്ല. സത്യം പറയല, നിങ്ങളൊന്നും യാതൊരു ചേർച്ചയില്ല. അവനെങ്ങ് ഡൈവേഴ്സ് ചെയ്ത് കളാ. വേണ്ട, ഇനി അവനെ വേണ്ട. എന്തോ ഒരു കല്ല് പോലെ, ഇവിടെ ഒരു അമ്മിക്കല്ല് വെച്ച പോലെ. എന്താ അത്? ടെൻഷൻ. ശ്വാസം കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ വിളിച്ചു പറ. വേണ്ട, വിളിച്ച് രണ്ടെണ്ണം പറഞ്ഞാലോ? അതാണല്ലേ, വിളിച്ച് രണ്ടെണ്ണം പറയാം. ഇങ്ങോട്ട് വിളിക്ക. ഹലോ ഹലോ. പിന്നെ വരുമ്പോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊന്ന് എഴുതിയിട്ട് വാട്സപ്പ് ചെയ്തു. അതൊക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചോളാം. വരുമ്പോഴേ ആര്യഭവനിന്ന് 2 മസാല ദോശയും കുറച്ച് വടയും കൂടെ കൊണ്ടുവരുമോ? ഓ, ആര്യഭവനിന്ന്. പിന്നെ ചട്നിയും വേണം. അത് ഒരു കാര്യം ചെയ്താൽ മതി. ചട്നി അവിടെ നിന്ന് അയച്ചാൽ മതി. എന്റെ കൈ കൊണ്ട് ചട്നി അയച്ചാൽ ഭയങ്കര രസമാണ്. വെറുതെ എന്നെ പൊക്കി അടിക്കുക. നോക്കട്ടെ, ഉണ്ടാക്കാൻ. ഞാൻ സാധനം വാങ്ങി മസാല ദോശ വാങ്ങിയിട്ട് അവിടെ എത്തിക്കൊടുക്കും. എന്നാ ശരി.